വിരുന്നിന് ക്ഷണിക്കപ്പെടുകയാണ്. അവിടെ എത്തി ബാക്കി അതിഥികളുമായി നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ എല്ലാവരോടും യാത്രയും പറയുന്നു. പക്ഷെ നിങ്ങൾക്ക് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല. ആരും നിങ്ങളെ തടഞ്ഞു വച്ചിട്ടില്ല. പക്ഷേ അവ്യക്തമായ കാരണങ്ങളാൽ നിങ്ങൾ അവിടെ അകപ്പെട്ടു പോയ ഒരവസ്ഥ. ഇത്രയും സൂചിപ്പിക്കാതെ ബുനുവലിന്റെ ഈ സിനിമയിലേക്ക് എനിക്ക് കടക്കാൻ കഴിയില്ല. സറിയലിസം സിനിമയിൽ പ്രസക്തമാക്കിയ ലൂയി ബുനുവൽ. പാരീസിൽ 1920കളിൽ ലൂയി ബുനുവൽ, സാൽവഡോർ ഡാലി അടക്കമുള്ള കലാകൂട്ടായ്മയെ സ്വാധീനിച്ചത് സറിയലിസം എന്ന ആർട്ട് മൂവ്മെന്റ് ആയിരുന്നു. D.W. ഗ്രിഫിത്ത് പോലുള്ള സംവിധായകരുടെ നരേറ്റീവ് സ്ട്രക്ചറിനെ എതിർത്തുകൊണ്ട് കലയുടെ പുതിയൊരു സർഗാത്മക തലം കൊണ്ടുവന്ന ഒരു കൂട്ടം കലാകാരന്മാർ. അതിൻ്റെ ഫലമായി 1929 ഉൻ ഷിയൻ ആൻഡലോ അഥവാ ആൻ ആൻഡലൂസിയൻ ഡോഗ് എന്ന സിനിമ ജനിച്ചു. 21 മിനിറ്റ് നീണ്ട പ്യുവർ സറിയൽ ഇമേജറി. പ്രേക്ഷകരുടെ അബോധ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ച ആൻ ആൻഡലൂസിയൻ ഡോഗ്. സിനിമയിൽ സറിയലിസത്തിന്റെ തുടക്കമായിരുന്നു അത്. 1962 ലൂയി ബുനുവൽ സംവിധാനം ചെയ്ത മെക്സിക്കൻ സിനിമയാണ് ദി എക്സ്റ്റർമിനേറ്റിംഗ് ഏഞ്ചൽ. കുറച്ച് സുഹൃത്തുക്കളെ ഒരു അത്താഴ വിരുന്നിന് വീട്ടിലേക്ക് ക്ഷണിക്കുന്ന എഡ്മണ്ടോ നോബിളും ഭാര്യ ലൂസിയ നോബിളും. അതിഥികൾ വരാനിരിക്കെ വിചിത്രമായി തോന്നുന്ന തരത്തിൽ അവിടുത്തെ ജോലിക്കാർ ഓരോരുത്തരായി വീട് വിട്ടു പോകുന്നു. മുങ്ങുന്ന കപ്പലിൽ നിന്ന് ഓടിപ്പോകുന്ന എലികളെ പോലെ ഒരാളെ ബാക്കി നിർത്തി എല്ലാ ജോലിക്കാരും അപ്രത്യക്ഷരാകുന്നു. അതിഥികൾ എത്തി ഭക്ഷണം കഴിച്ച ശേഷം കൂട്ടുകാരുമായി കുറച്ച് സമയം ചിലവഴിക്കാൻ എല്ലാവരും ഒരു മുറിയിലേക്ക് ഒത്തുകൂടുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ യാത്ര പറഞ്ഞിറങ്ങുന്ന അതിഥികൾക്ക് പക്ഷെ ആ മുറി വിട്ട് പുറത്തു പോകാൻ കഴിയുന്നില്ല. ദിവസങ്ങൾ കഴിയുന്തോറും ഭക്ഷണവും വെള്ളവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും എല്ലാവരും പരിഭ്രാന്തരാവുകയും ചെയ്യുന്നു. 20ഓളം മനുഷ്യർ ആ മുറിയിൽ പുറത്തേക്കിറങ്ങാൻ കഴിയാതെ ഒരു കെണിയിൽപ്പെട്ട അവസ്ഥ. അടിസ്ഥാന സൗകര്യങ്ങൾ നഷ്ടമായ അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ പരിഷ്കൃതമായ സമൂഹത്തിലെ ഉയർന്ന തലത്തിൽ നിന്ന് വന്ന അവരുടെ സ്വഭാവം പതിയെ മാറി തുടങ്ങുന്നു. നമുക്ക് ചുറ്റും പണത്തിൻ്റെയും പദവിയുടെയും സഹായത്താൽ നമ്മൾ കെട്ടിപ്പൊക്കിയ സുഖസൗകര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടാൽ മൃഗങ്ങൾക്ക് സമാനമായി മനുഷ്യരും മാറുമെന്നാണ് ബുനുവൽ സൂചിപ്പിക്കുന്നത്. സിനിമയുടെ തുടക്കം വീട്ടിലേക്ക് എത്തുന്ന അതിഥികളെ എഡ്മണ്ടോ വരവേൽക്കുന്ന രംഗം 2 തവണ ആവർത്തിക്കുന്നുണ്ട്. അവിടെ 2 കാഴ്ചപ്പാടിലാണ് ആ രംഗം ആവർത്തിക്കപ്പെടുന്നത്. ഒന്ന് ആതിഥേയന്റെയും മറ്റൊന്ന് ജോലിക്കാരുടെയും. അത്താഴ വിരുന്നിനിടയിലും ഇതുപോലൊരു ആവർത്തനം നമുക്ക് കാണാം. വിരുന്നുകാരുടെ സ്വഭാവത്തിലെ മാറ്റവും യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള അകലവും അവിടെ പ്രകടമാണ്. സിംബോളിക്കായി ഒരുപാട് കാര്യങ്ങൾ ബുനുവൽ സിനിമയിൽ പറയാതെ പറയുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ടതും മുറിയിലെ ഒരു വശത്തുള്ള 3 അലമാരികളിലെ വാതിലുകളിലുള്ള പെയിന്റിങ്ങുകളെ കുറിച്ചാണ്. ഒരു പ്രധാന ദൂതൻ, കന്യാമറിയം, വിശുദ്ധ സന്യാസി എന്നിവയുടെ പെയിന്റിങ്ങുകളാണ് വാതിലുകളിലുള്ളത്. മുറിയിൽ അകപ്പെട്ട അതിഥികൾ പ്രധാന ദൂതന്റെ പിന്നിലുള്ള അലമാര ടോയ്ലറ്റായി ഉപയോഗിക്കുന്നു. കന്യാമറിയത്തിന് പിന്നിൽ കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ മൃതദേഹം സൂക്ഷിക്കുന്നു. മറ്റ് 2 പേർ സന്യാസിയുടെ പിന്നിൽ സ്വകാര്യതയ്ക്കായി ഒളിക്കുന്നു. ഓരോ വാതിലിനും പിന്നിൽ ഒരു വിലക്കുണ്ട്. ഓരോ വാതിലിലെയും രൂപം ഒരിക്കലും ആ വിലക്കിൽ പങ്കെടുക്കില്ല എന്നതാണ് പ്രധാന വൈരുദ്ധ്യം. ഒരു മാലാഖയ്ക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ടി വരുന്നില്ല. മേരി ഒരിക്കലും മരിക്കുന്നുമില്ല. ഒരു സന്യാസിക്കാകട്ടെ ഒരിക്കലും ലൈംഗികത ആസ്വദിക്കാനും കഴിയില്ല. സമൂഹത്തിലെ ഉയർന്ന തട്ടിൽ ജീവിച്ച ഒരു കൂട്ടം മനുഷ്യർ പണ്ട് ഗുഹയിൽ ജീവിച്ച മനുഷ്യർക്ക് സമമായി മാറുന്ന അവസ്ഥ. വിചിത്രമായ നിരവധി സംഭവങ്ങൾ കോർത്തിണക്കി നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിൻ്റെയും താൽക്കാലികത ബുനുവൽ ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊരു വസ്തുത എന്തെന്നാൽ സർക്കാർ വിരുദ്ധത, കുറ്റകരമായ പ്രമേയം എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ ചിത്രത്തെ റഷ്യയിൽ നിരോധിക്കുകയുണ്ടായി എന്നതാണ്.